ഗായ്സ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടാണ്. അതിനാദ്യമായിട്ട് ഒരു A4 ഷീറ്റിനകത്ത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇത് എണ്ണയാണ്. ഈ എണ്ണ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മളിതാ A4 ഷീറ്റിൽ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്യണം. നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം, അല്ലെങ്കിൽ അയണും ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യുക കേട്ടോ. എണ്ണ ഇപ്പോൾ നമ്മളിതാണ്ട് ഇവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ നമ്മളിതാ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ ഈ സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ഷേപ്പിൽ സെലോ ടേപ്പ് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ സെലോ ടേപ്പ് എല്ലാ സ്ക്വയറിലും ഒട്ടിച്ച് വെക്കണം. അപ്പം നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് ഇതിനകത്ത് നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസിനകത്ത് ഒട്ടിച്ച് വെക്കണം. എല്ലാ സ്ക്വയേഴ്സും അതുപോലെ തന്നെ ഇവിടെ ഒട്ടിച്ച് വെക്കണം. നമ്മൾ ഇവിടെ സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല അടിപൊളി ഡിസൈന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.